ഞാൻ വിചാരിച്ചു വർഷത്തിൻ്റെ തുടക്കത്തിൽ നല്ല സിനിമയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഒരു സിനിമ ഞാൻ പോയി കാണുന്നത്. ആൻഡ് ഇറ്റ്സ് സച്ച് എ വണ്ടർഫുൾ ഫിലിം. കിടിലം പടം, എനിക്ക് ഭയങ്കരധികം ഇഷ്ടമായി. വിശ്വസ്തയോടെ ഇവിടെ കൊടികുത്തിയ പല സിനിമാ താരം സിനിമ എടുക്കുമ്പോൾ അത് നാടകമായി മാറാറുണ്ട്. പക്ഷേ നാടകത്തിൽ വന്നിട്ടുള്ള ഇദ്ദേഹം വളരെ മികച്ച, വളരെ റിയലിസ്റ്റിക് ഉള്ള ഒരു സിനിമയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. 2 മണിക്കൂർ നമ്മളെ ത്രില്ലടിപ്പിച്ച് നമ്മുടെ ജനറൽ ഓഡിയൻസിനൊക്കെ അട്രാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? പിടിച്ചെടുത്തും. സിനിമയിൽ ഡയലോഗ്സ് മാത്രമേ ഉള്ളൂ, പക്ഷെ ആ ഡയലോഗ്സിൽ കൂടെ നമ്മളെങ്ങനെ പിടിച്ചിരുത്തി സിനിമയുടെ സ്റ്റാർട്ട് ടു എൻഡ് നമ്മളതിൽ എൻഗൾഫ് ആയിട്ടിരിക്കുക. എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചു, അതൊന്നും ആരും ചോദിക്കാൻ പാടില്ല. അഭിനേതാക്കളുടെ പെർഫോമൻസ് വളരെ പ്രാധാന്യം അറിയുന്നുണ്ട്. പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്നൊക്കെ എനിക്ക് തോന്നി. റീസെന്റ് പാസ്റ്റിൽ വന്ന മലയാളം ഫിലിംസിൽ ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള സിനിമയാണ്. ആൻഡ് വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ മലയാളത്തിലെ നല്ലൊരു സിനിമ കണ്ടു എന്നൊരു സാറ്റിസ്ഫൈങ് ഫീലാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. സോ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പറയാൻ ഉദ്ദേശിച്ച കാര്യം വ്യക്തമായിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള, പക്ഷേ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത പെർഫോമൻസസ് കൊണ്ട് എല്ലാ ആർട്ടിസ്റ്റുകളും ഒന്നിനൊന്ന് മികച്ചു നിന്നിട്ടുള്ള ഒരു നല്ലൊരു സിനിമ. അതാണ് ആട്ടം.